നമസ്കാരം. ഓ ഓ ഓ ഓം നമോ നാരായണായ. ഹരിനാമകീർത്തനം 19ാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം. ഊന്നു തുടങ്ങുന്ന ഊ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നത്. ശ്ലോകം 19. ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനും നീരിന്നു വേണ്ട ചില ധാരങ്ങൾ വേണ്ടതിന് നാരായണാച്യുത ഹരേ എന്നതിനൊരുവർ നാവിന്നി വേണ്ട ഹരി നാരായണായ നമഃ. ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനും നീരിന്നു വേണ്ട ചില ധാരങ്ങൾ വേണ്ടതിന് നാമസങ്കീർത്തനം എങ്ങനെ പ്രയത്നവും ക്ലേശവും കൂടാതെ ചെയ്യാൻ കഴിയുമെന്ന് ആചാര്യൻ പറയുകയാണ്, എഴുത്തച്ഛൻ പറയുകയാണ്. കെട്ടിടങ്ങൾ നിർമ്മിച്ചു ചെയ്യേണ്ട വേദവിഹിതമായ കർമ്മങ്ങളുണ്ട്. യാഗത്തിനാണെങ്കിൽ പ്രത്യേകം യാഗശാല കണക്കനുസരിച്ച് നിർമ്മിക്കണം. വളരെ ചെലവുള്ള ഒരു കാര്യവുമാണിത്. വളരെ അധികം സാമഗ്രികൾ ഒരുക്കേണ്ടതായിട്ടുണ്ട് ഇത്തരം കർമ്മങ്ങൾക്ക്. തീർത്ഥസ്ഥലങ്ങളിൽ നിന്ന് ജലം കൊണ്ടുവരണം. ഭാര്യ ഒന്നിച്ചിരുന്ന് വേണം ചില കർമ്മങ്ങൾ ചെയ്യുവാൻ. അങ്ങനെ നോക്കുമ്പോൾ ചെലവും പ്രയത്നവും പരസഹായവും എല്ലാം വേണ്ടി വരുന്നതാണ് ഈ കർമ്മങ്ങളെല്ലാം തന്നെ. നാമജപം ഒഴിച്ചുള്ള ഏതൊരു മോക്ഷസാധകമായ കർമ്മവും കുറച്ച് പ്രയത്നം കൂടാതെ നമുക്ക് ചെയ്യുവാൻ ഒക്കുകയില്ല. എന്നാൽ നാമജപമാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് യാതൊരു ഒരുക്കവും ആവശ്യമില്ല. നമുക്ക് ഭക്തിയും മനസാന്നിധ്യവും മാത്രം ഉണ്ടായിരുന്നാൽ മതി. അദ്വൈത സിദ്ധാന്തമനുസരിച്ച് നമ്മുടെ കേവല ബോധം ഒന്നു മാത്രമാണ് സത്യമായിട്ടുള്ളത്. അതുതന്നെയാണ് ബ്രഹ്മവും. അതിൽ ഒരു നാനാത്വവും വൈവിധ്യവും ഇല്ല തന്നെ. ബ്രഹ്മത്തിൻ്റെ അഥവാ കേവല ബോധത്തിൻ്റെ തന്നെ വിക്ഷേപ ആവരണ ശക്തികൾ കൊണ്ട് നാനാത്വവും വൈവിധ്യവും ഉള്ളതായി തോന്നുന്നു എന്ന് മാത്രം. വിക്ഷേപാവരണ രൂപമായ ശക്തിയാണ് മായ. സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഈ നാനാത്വ സങ്കല്പമെന്നാണ് അർത്ഥം. ആരും ഒന്നും സൃഷ്ടിക്കുന്നില്ലെന്നുള്ളതാണല്ലോ സത്യം. അദ്വൈത ചിന്ത നിഗമനങ്ങൾ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുകയല്ലാതെ അവയിലെത്തുന്ന മാർഗങ്ങൾ അല്ലെങ്കിൽ പടികൾ എടുത്തു വിവരിക്കാറില്ല. നമ്മൾ അവ ഊഹിച്ചു കൊള്ളുകയേ വേണ്ടൂ. ആദ്യം സത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഛന്ദോഗ്യോപ്യനിഷത്ത് സദേവ സൗമ്യേദം എന്ന് എടുത്തു പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നാൽ നാരായണാച്യുത ഹരേ എന്നതിനൊരു നാവന്നി വേണ്ട. നാരായണ അച്യുത എന്നൊക്കെ ജപിക്കാൻ നാവിൻ്റെ മാത്രം സഹായമേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് നിയന്ത്രണ വിധേയമാക്കാവുന്ന വസ്തു നമ്മുടെ ശരീരമാണ്, പ്രത്യേകിച്ചും ശരീരത്തിലെ ബാഹ്യ അവയവങ്ങൾ. ഏറ്റവും കൂടുതൽ എളുപ്പം നമ്മുടെ പിടിയിൽ നിർത്തേണ്ടതും നിർത്താവുന്നതും ആയ രസനയാണ്. എല്ലാ അനിഷ്ട സംഭവങ്ങൾക്കും ഒരു വ്യക്തിയെ സംബന്ധിച്ച് കാരണമായി വർത്തിക്കുന്നത് നാവാണല്ലോ. രസനയ്ക്ക് ആ പേര് കിട്ടിയത് രസം അനുഭവിക്കാനുള്ള അതിൻ്റെ കഴിവ് കൊണ്ടായിരിക്കാം.
ഏതായാലും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളിൽ വെച്ച് ജീവിത സുഖങ്ങളുമായി ആദ്യം അടുപ്പിക്കുന്നതും ഒരിക്കലും ബന്ധം വിച്ഛേദിക്കാൻ ഇഷ്ടപ്പെടാത്തതുമായ ഇന്ദ്രിയവും നാവ് തന്നെയാണ്. ആ നാവ് കൊണ്ട് എന്തെല്ലാം പാപം നമ്മൾ ചെയ്യുന്നു പറയാനാവില്ല. അതിനാൽ അതിനെ നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ സ്പഷ്ടമാണ്. പക്ഷേ എങ്ങനെ നിയന്ത്രിക്കാം? നാവ് ഒരു തത്തമ്മയാണല്ലോ, ചിലച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ചിലച്ചുകൊള്ളട്ടെ, ചിലയ്ക്കണമെന്നു തന്നെയാണ് ഇവിടെ പറയുന്നതും. നാരായണ, അച്യുത, ഹരേ, ഗോവിന്ദ എന്നിങ്ങനെ ഭഗവൻ നാമങ്ങൾ തന്നെ സദാ ജപിച്ചുകൊണ്ടിരിക്കണം. സദാ ചിലച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാമങ്ങളായിരിക്കണം. ഇതാണ് ഒരു ഭക്തൻ്റെ എപ്പോഴത്തെയും എന്നത്തെയും അഭിലാഷം. അത് ജപിക്കുന്നവനെയും ആ ജപം കേൾക്കുന്നവനെയും അത് ചെന്ന് സ്പന്ദിക്കുന്ന അന്തരീക്ഷത്തെയും പരിശുദ്ധമാക്കി വികാസത്തിനുള്ള സ്പന്ദനം ശക്തിയായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. മനുഷ്യനിലെ രജസ് തമസ്സുകളെ ക്രമേണ അകറ്റി അവനെ സത്വമാത്രനും പിന്നീട് ഗുണാതീതനുമാക്കി മാറ്റാൻ ജപയജ്ഞത്തിന് കഴിയും. 19ാമത്തെ ശ്ലോകം ഒന്നുകൂടി പാരായണം ചെയ്യാം. ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനും നീരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനും നാരായണാച്യുത ഹരേ എന്നതിനൊരുവർ നാവിന്നി വേണ്ട ഹരി നാരായണായ നമ. നാരായണായ നമ, 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 നാരായണായ നമ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.